മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ആദ്യം നന്ദവുമില്ല ഭാഗ്യവാനായി വാഴുന്ന നീനക്കെന്റെ വന്ദനം, നീനക്കെന്നും മഹത്വം. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ ES മാത്യു മൂവാറ്റുപുഴ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. എന്നെ ഞാനാക്കുന്നതിൽ മറ്റുള്ളവർക്കുള്ള സ്വാധീനം വളരെ വലുതാണ്. നാം ഈ ലോകത്തിലേക്ക് വരുന്നത് തന്നെ സഹായത്തിനുള്ള നിലവിളിയോടുകൂടിയാണല്ലോ. എന്നാൽ ആരുടെ സഹായമാണ് നാം സ്വീകരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നാം ആരായിത്തീരുന്നു എന്നുള്ളത്. വഷളത്വം നിറഞ്ഞ ലോകത്തിൽ പാപജടത്തിൽ ജീവിക്കുന്ന നമുക്ക് നല്ല ഒരു ഇടയൻ്റെ പരിപാലനമില്ല എങ്കിൽ വിജയകരമായൊരു ജീവൻ നയിക്കാനായിട്ട് സാധിക്കില്ല. ഈ സത്യം തിരിച്ചറിഞ്ഞ ദാവീദ് 23-ാം സങ്കീർത്തനത്തിലൂടെ തൻ്റെ ജീവിതത്തിൻ്റെ വിജയരഹസ്യം നമ്മോട് പറയുകയാണ്. 1-ാം വാക്യത്തിൽ താൻ പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ദാവീദ് ഇവിടെ പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു. തൻ്റെ ഇടയൻ്റെ ശ്രേഷ്ഠതയെ താൻ എടുത്തു പറയുകയാണ്. ഈ പ്രപഞ്ചത്തെ ഉളവാക്കിയവനായിട്ടുള്ള ദൈവമാണ് എൻ്റെ ഇടയൻ. ആ ദൈവത്തിൻ്റെ കൈക്കീഴിലെ ഒരാടാണ് ഞാൻ. ആ ദൈവത്തിൻ്റെ പരിപാലനം അനുഭവിക്കുന്നതുകൊണ്ട്, ആ ദൈവത്തിൻ്റെ കരുതലിലായിരിക്കുന്നതുകൊണ്ട് എനിക്കൊന്നിനും മുട്ടില്ല. എത്ര സുരക്ഷിതമായ ഒരവസ്ഥയാണ് എന്നോർത്ത് നോക്കുക. തുടർന്ന് ഇടയൻ തനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ എണ്ണി എണ്ണി ദാവീദ് പറയുകയാണ്. ഒന്നാമതായിട്ട് താൻ പറയുന്നു, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. പച്ച പുൽമേട് കണ്ടാൽ മറ്റെല്ലാം മറക്കുന്ന പ്രകൃതമുള്ളതാണ് ആട്. ഇടയനെയും അപകടത്തെയും ഒക്കെ മറന്ന് തീറ്റയിൽ തന്നെ അതങ്ങനെ തുടരും. എന്നാൽ അങ്ങനെയുള്ള സമയങ്ങളിൽ, ആ സമൃദ്ധിയുടെ സമയങ്ങളിൽ തന്നെ കിടത്തുന്ന ദൈവം എന്തിനാണ് കിടത്തുന്നത്? ഇടയനെ ഓർക്കുവാൻ, ഇടയൻ ചെയ്ത നന്മകളെ ഓർക്കുവാൻ, തൻ്റെ ഇഷ്ടം എന്ത് എന്നറിയാൻ, തൻ്റെ ചട്ടങ്ങളെ പഠിക്കാൻ. അതിനുവേണ്ടി ദൈവം ചിലപ്പോൾ നമ്മെ കിടത്തും. അത് പക്ഷേ നമുക്കത്ര ഇഷ്ടമുണ്ടാകില്ല. എങ്കിലും അതിൻ്റെ ഗുണം വളരെയാണ് എന്ന് ദാവീദ് തിരിച്ചറിഞ്ഞു. സങ്കീർത്തനം 119:71 നാം ഇങ്ങനെ വായിക്കുന്നു, നിന്റെ ചട്ടങ്ങൾ പഠിക്കാൻ തക്കവണ്ണം ഞാൻ കഷ്ടത്തിൽ ആയിരുന്നത് എനിക്ക് ഗുണമായി. രണ്ടാമതായി താൻ പറയുകയാണ്, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് അവൻ എന്നെ നടത്തുന്നു. ആടുകൾ പൊതുവെ ശാന്തത ഇഷ്ടപ്പെടുന്നു, പ്രത്യേകിച്ചും ചെമ്മരിയാടുകൾ. കുത്തിയൊഴുകുന്ന വെള്ളം അവർക്ക് ഭയമാണ്. അതുകൊണ്ട് ഇടയൻ സ്വസ്ഥമായ വെള്ളത്തിനരികിലത്തേക്ക് അവയെ നടത്തുന്നു. നമുക്ക് സ്വസ്ഥത തരുന്ന ജലാശയമാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ദൈവം നമ്മെ നയിക്കുന്നു. അതുമൂലം സ്വസ്ഥതയുള്ള ഒരു ജീവൻ നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അത് നമ്മെ നീതിപാതകളിൽ നടത്തുന്നു. സങ്കീർത്തനം 119:105 നാം ഇങ്ങനെ വായിക്കുന്നു, നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. സ്വസ്ഥതയുള്ള ഒരു ജീവിതത്തിന് മാത്രമേ നീതിയോടെ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മൂന്നാമതായി ഇടയൻ ചെയ്യുന്നത് എന്താണെന്നോ, ഭയത്തെ അകറ്റുന്നു. 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല. നമുക്കറിയാം, ചില സമയങ്ങളിൽ മുൻപോട്ട് നോക്കുമ്പോൾ ഒന്നും കാണാൻ കഴിയാത്ത ഇരുട്ടിൻ്റെ അനുഭവം നമുക്കുണ്ടാകാം. രോഗം, ജോലി നഷ്ടം, സാമ്പത്തികമായ പ്രതിസന്ധി, മരണം, ഇങ്ങനെ പലതും നമ്മുടെ ജീവിതത്തിൽ ഇരുട്ട് പരത്തിയേക്കാം. എന്നാൽ അങ്ങനെയുള്ള സമയങ്ങളിൽ ഭയപ്പാടില്ലാതെ ശുഭകരമായ ഒരു ഭാവിയെ നോക്കിക്കൊണ്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നത് ഇടയൻ കൂടെ ഉള്ളതുകൊണ്ടാണ്. 4-മതായിട്ട് താൻ പറയുകയാണ്, എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ബന്ധം നഷ്ടപ്പെടുന്നത് നമ്മിൽ പ്രാണവേദനയുണ്ടാക്കും. ദാവീദിന് തൻ്റെ ജീവിതത്തിൽ വന്ന ഒരു പാപത്തിൻ്റെ ഫലമായി ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ താൻ അത് മറച്ചു വെച്ചപ്പോൾ തൻ്റെ പ്രാണൻ ഉരുകുകയായിരുന്നു. സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ താൻ കേഴുകയായിരുന്നു. എന്നാൽ തൻ്റെ കുറ്റം ഇടയനോട് ഏറ്റുപറഞ്ഞപ്പോൾ അവൻ്റെ കുറ്റം ക്ഷമിച്ച് അവൻ്റെ പ്രാണന് തണുപ്പ് നൽകുന്നു. അതെ, നമ്മുടെ ഇടയൻ നമ്മോട് ക്ഷമിക്കുന്നവനാണ്. നമ്മുടെ വേദനിക്കുന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നവനാണ്. നൊമ്പരപ്പെടുന്ന നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നവനാണ്. 5-മതായി താൻ പറയുകയാണ്,
എൻ്റെ ഇടയൻ എന്നെ ആശ്വസിപ്പിക്കുന്നവനാണ്. 4-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിൽ നാം വായിക്കുന്നു, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഇടയൻ്റെ കയ്യിൽ വടിയുമുണ്ട്, കോലുമുണ്ട്. എന്തിനാണ് ഈ വടിയും കോലും? വടി ആടിനെ തിരുത്തുവാനും ശത്രുവിൻ്റെ ആക്രമണത്തിൽ നിന്നും അതിനെ രക്ഷിക്കാനുമാണ്. 8 അടിയോളം നീളമുള്ള അറ്റം വളഞ്ഞ ഒരു കമ്പാണ് കോൽ. എന്തിനാണ് കോൽ? അത് ആടുകൾക്ക് കമ്പുകൾ ചായ്ച്ച് തീറ്റ കൊടുക്കുന്നതിനും ഇനി അവ കുഴിയിലെങ്ങാനും വീണുപോയാൽ ആ കുഴിയിൽ നിന്നും അതിനെ വലിച്ചെടുക്കുന്നതിനും വേണ്ടിയിട്ടാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നേർവഴി വിട്ടു പോകുമ്പോൾ നമ്മെ തിരുത്തി ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള വടിയും നമ്മുടെ പരിപാലനത്തിനുള്ള വടിയും കയ്യിലുള്ള ഒരു ഇടയൻ നമുക്കുണ്ട് എന്നുള്ളത് എത്ര ആശ്വാസമാണ്. 6-ാമതായി താൻ പറയുന്നു, ഈ ഇടയൻ ശത്രുക്കൾ കാണുകെ എനിക്ക് വിരുന്നൊരുക്കുന്നു. ആട് നിരുപദ്രവകാരിയാണെങ്കിലും അതിന് ശത്രുക്കളുണ്ട്. അങ്ങനെയുള്ള ശത്രുക്കളുടെ മുമ്പിൽ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും അനുഭവം ഒരാടിന് ലഭ്യമാക്കുന്നത് അതിൻ്റെ ഇടയനാണ്. നമുക്കറിയാം, ലോകം, ജഡം, പിശാച് എന്നീ ശത്രുക്കൾ നമുക്കുണ്ട്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിന്നും നമ്മെ എങ്ങനെയെങ്കിലും വ്യതിചലിപ്പിക്കാനായിട്ടും നശിപ്പിക്കാനായിട്ടും ശ്രമിക്കുന്ന ഈ ശത്രുക്കളുടെ സ്വാധീനത്തിൽ നിന്നും മോഹിപ്പിക്കലിൽ നിന്നും നമ്മെ രക്ഷിച്ച് നമുക്ക് യഥാർത്ഥ സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു ഇടയൻ നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് എത്ര ആശ്വാസം തരുന്ന കാര്യമാണ്. സങ്കീർത്തനം 4:7 നാം ഇങ്ങനെ വായിക്കുന്നു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. ഒടുവിൽ 7-ാമതായി ഈ ഇടയനെക്കുറിച്ച് ദാവീദ് പറയുകയാണ്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ജീവിതത്തിൽ അനേകം പ്രതിസന്ധികൾ നേരിട്ട ഒരുവനാണ് ദാവീദ്. എങ്കിലും ഞാൻ പറയുകയാണ്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. എന്തുകൊണ്ടാണ് ദാവീദിന് അങ്ങനെ പറയാനായിട്ട് സാധിച്ചത്? കാരണം തൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നതൊക്കെയും തൻ്റെ നന്മയ്ക്കാണ് എന്നുള്ള തിരിച്ചറിവാണ് ദാവീദ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഇഷ്ടപ്പെടാത്ത, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ, നമുക്ക് വേദനയുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ദൈവം അനുവദിച്ചാൽ അതിൻ്റെ പിന്നിലുള്ള ദൈവോദ്ദേശം തിരിച്ചറിയുമ്പോൾ നാം അതിനും ദൈവത്തിന് നന്ദി പറയാനായിട്ട് തുടങ്ങും. ഈ സത്യം തിരിച്ചറിഞ്ഞ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. റോമാലേഖനം 8:28. എന്താണ് ദാവീദ് ഇതിലൂടെ നമ്മോട് പറയുന്നത്? ഇടയൻ നമ്മോട് കൂടെ ഉണ്ട് എങ്കിൽ നന്മയും കരുണയും അനുഭവിച്ചുള്ളൊരു ജീവിതം നമുക്കിവിടെ സാധ്യമാണ്. മാത്രമല്ല, യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കാനുള്ള ഒരു നിത്യതയും നമുക്കുണ്ട് എന്നുള്ള കാര്യം ദാവീദ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവർ, ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് കഷ്ടങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ ചിലപ്പോൾ നാം നേരിടേണ്ടി വന്നാലും അതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഒരു നല്ല ഉദ്ദേശമുണ്ട് എന്ന് നാം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്കുള്ള ഒരു മടങ്ങിവരവ് അതിലൂടെ സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ ക്രിസ്തുവിനോട് അത് നമ്മെ കൂടുതൽ കൂടുതൽ അനുരൂപരാക്കി തീർക്കുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ബാലശിക്ഷകൾക്ക്, അങ്ങനെയുള്ള ചെത്തിമിനുക്കലുകൾക്ക് നാം ദൈവത്തിന് നന്ദി പറയേണ്ടതല്ലേ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നല്ല കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ നല്ല കാര്യമെന്ന് നമുക്ക് തോന്നുന്നതിന്, നമുക്ക് ഉപകാരമെന്നും നമുക്ക് പ്രയോജനമെന്നും ലോകത്തിൽ നമുക്ക് പ്രശംസിക്കപ്പെടാനായിട്ട് ഇടയാകുമെന്നും തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പലപ്പോഴും നാം ദൈവത്തിന് നന്ദി പറയുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സ്വഭാവത്തെ പണിയുവാനായി, ക്രിസ്തുവിനോട് നമ്മെ അനുരൂപരാക്കുന്നതിനായി ദൈവം നമ്മിൽ ചെയ്യുന്ന പ്രവൃത്തികളെ അതല്പം വേദനയുണ്ടെങ്കിലും അതിനും കൂടെ നന്ദി പറയാനായിട്ട് നമുക്ക് സാധിക്കുമോ? തീർച്ചയായും ഭക്തന്മാർക്ക് അത് സാധിക്കും. അപ്പോൾ 23-ാം സങ്കീർത്തനത്തിലൂടെ ദാവീദ് എന്താണ് നമ്മോട് പറഞ്ഞത്? ഒരു നല്ല ഇടയനെ നമുക്ക് ആവശ്യമുണ്ട്. കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോൾ നാം അങ്ങനെ ഒരു നല്ല ഇടയൻ്റെ കൈക്കീഴിലേക്ക് വരികയാണ്. ആ ഇടയൻ നമ്മെ പരിപാലിക്കുവാനായിട്ട് സദാസന്നദ്ധനായി നമ്മോട് കൂടെ നടക്കുന്നവനാണ്. കർത്താവ് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ആ ഇടയൻ നമ്മോട് കൂടെയുണ്ടെങ്കിൽ ആ ഇടയൻ നമ്മെ ഏതെല്ലാം വിധത്തിലാണ് പരിപാലിക്കുന്നത് എന്ന് ദാവീദ് അക്കമിട്ട് ഇവിടെ പറയുകയാണ്. അതുകൊണ്ട് ഈ ഇടയനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ ഇടയനെ നമുക്ക് നൽകിയ പിതാവാം ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ആ ഇടയങ്കിലേക്ക് നമ്മെ ആകർഷിപ്പിച്ച പരിശുദ്ധാത്മാവ് ദൈവത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രിയ ദൈവം നമുക്കൊരുക്കിയ ഈ വലിയ രക്ഷാപദ്ധതി, ഈ വലിയ സുരക്ഷിത പാതയിൽ ഉൾപ്പെടുവാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചതിനായിട്ട് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നിത്യം ശ്രേഷ്ഠ ദൂതന്മാർ
ചെയ്യും